നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ ചെറിയ പാലം റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതോടെയാണ് നടപടി. ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങൾക്ക് ശുപാർശ. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ശുപാർശകളുള്ളത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ലോറിയിൽ നിന്ന് 30,000 രൂപയുടെ ഡീസൽ ഊറ്റി മോഷ്ടിച്ച് ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ അറസ്റ്റിൽ. ചേർപ്പ് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം വാമനപുരം പാറപ്പുറത്ത് പുത്തൻ വീട്ടിൽ ശ്രീശാന്ത്. വാർത്തകൾ വിശദമായി. കരുവന്നൂർ ചെറിയ പാലം റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ഇവിടെ വാഹനാപകടത്തിൽ ഒരാൾ മരിക്കാനിടയായ സാഹചര്യത്തിൽ വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതോടെയാണ് നടപടി. ബസ് അപകടം നടന്ന ഒരാൾ മരിക്കാനിടയായ കരുവന്നൂർ ചെറിയ പാലത്ത് റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. ദിവസങ്ങൾക്ക് മുൻപ് ചെറിയ പാലത്തിൽ അമിത വേഗതയിൽ ഓട്ടോറിക്ഷകളെ മറികടന്നെത്തിയ ബസ്സും കാറും കൂട്ടിയിടിച്ച് നടന്ന അപകടത്തിൽ കാർ ഡ്രൈവർ മരിച്ചിരുന്നു. ഇതേ തുടർന്ന് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജനകീയ പ്രതിരോധ സമിതി എന്ന പേരിൽ ജനകീയ കൂട്ടായ്മ രൂപീകരിക്കുകയും ബസ്സുകളുടെ അമിത വേഗതയ്ക്കെതിരെ ജനകീയ വിചാരണ അടക്കമുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇരിങ്ങാലക്കുട ഡിവൈഎസ്പി KG സുരേഷിന്റെ നിർദ്ദേശപ്രകാരം മാർവൽ ഏജൻസീസിന്റെ സഹകരണത്തോടെ ചെറിയ പാലത്തിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ച് അപകട ഭീഷണി ഒഴിവാക്കിയത്. ബസ് സ്റ്റോപ്പിലേക്ക് 20 മീറ്റർ ദൂരം മാത്രമുള്ളപ്പോഴാണ് സ്വകാര്യ ബസ് ഓവർടേക്കിംഗ് നടത്തി അപകടം സൃഷ്ടിച്ചത്. ഇനിയും ഇത്തരം ഓവർടേക്കിംഗ് ചെറിയ പാലം പരിസരത്തുണ്ടാകരുതെന്ന ചിന്തയിലാണ് ഡിവൈഡറുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യം അധികൃതരുടെ അടുത്ത് ഉന്നയിച്ചതെന്നും ജനകീയ പ്രതിരോധ സമിതി പ്രസിഡന്റ് അക്ബർ അലി, സെക്രട്ടറി VK ജലീൽ എന്നിവർ പറഞ്ഞു. കരുവന്നൂരിലെ ചില ബസ് ജീവനക്കാരുടെ അമിത വേഗതയും കാരണം ഒരുപാട് ജീവനുകളുടെ പൊലിവുണ്ടായി. അതിൻ്റെ ഭാഗമായി ഇവിടെ ജനകീയ പ്രതിരോധ സമിതി എന്ന് വേണ്ടൊരു സംഘടന രൂപം കൊള്ളുകയും അതിൻ്റെ ഭാഗമായി പോലീസ് നമ്മുടെ ചേർപ്പ് പോലീസിൻ്റെ നമ്മുടെ ആവശ്യങ്ങൾ കുറച്ച് നമ്മൾ പറയുകയുണ്ടായി. അതിൻ്റെ ഭാഗമായി അതിൻ്റെ ആദ്യ വിജയം എന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ ബാരിക്കേഡുകൾ നമ്മളുടെ പോലീസ് സ്ഥാപിക്കുകയുണ്ടായി. ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങൾക്ക് ശുപാർശ. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ശുപാർശകൾ ഉള്ളത്. മതപരമായ ചടങ്ങുകൾക്ക് മാത്രമേ ആനകളെ ഉപയോഗിക്കാവൂ എന്നും സ്വകാര്യ ചടങ്ങുകൾക്ക് ആനയെ ദുരുപയോഗം ചെയ്യരുതെന്നും റിപ്പോർട്ടിൽ പറയുന്നു. സ്വകാര്യ ചടങ്ങുകൾ, ഉദ്ഘാടനങ്ങൾ എന്നിവയിൽ ആനകളെ ഉപയോഗിക്കരുതെന്ന കർശന നിർദ്ദേശമാണ് റിപ്പോർട്ടിലുള്ളത്. 2 എഴുന്നള്ളിപ്പുകൾക്കിടയിൽ ആനകൾക്ക് 24 മണിക്കൂർ നിർബന്ധിത വിശ്രമം വേണം. ഒരു ദിവസം 100 കിലോമീറ്ററിലധികം ആനകളെ വാഹനത്തിൽ കൊണ്ടുപോകരുത്. എഴുന്നള്ളിപ്പുകൾക്ക് നിർത്തുമ്പോൾ ആനകൾ തമ്മിൽ 3 മീറ്ററെങ്കിലും അകലം പാലിക്കണം. ആനകളുടെ സമീപത്തു നിന്ന് 10 മീറ്ററെങ്കിലും അകലത്തിൽ മാത്രമേ ജനങ്ങളെ നിർത്താവൂ. തലപ്പൊക്ക മത്സരം, വണങ്ങൽ, പുഷ്പവൃഷ്ടി എന്നിവ ആനകളെ കൊണ്ട് ചെയ്യിക്കാൻ പാടുള്ളതല്ല. 65 വയസ്സ് കഴിഞ്ഞ ആനകളെ എഴുന്നള്ളിപ്പിന് ഉപയോഗിക്കരുതെന്നും റിപ്പോർട്ടിൽ ആവശ്യപ്പെടുന്നു. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ലോറിയിൽ നിന്നും 30,000 രൂപയുടെ ഡീസൽ ഊറ്റി മോഷ്ടിച്ച് ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ അറസ്റ്റിൽ. തിരുവനന്തപുരം വാമനപുരം പാറപ്പുറത്ത് പുത്തൻ വീട്ടിൽ 40 വയസ്സുള്ള ശ്രീശാന്തിനെയാണ് ചേർപ്പ് പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാളെ കോടതി റിമാൻഡ് ചെയ്തു. ചെറുശ്ശേരിയിലെ സിമന്റ് വിതരണ കമ്പനിയുടെ ഓഫീസിൽ നിന്നും കഴിഞ്ഞ 24-നാണ് ഒല്ലൂർ പമ്പിൽ നിന്നും 300 ലിറ്റർ ഡീസൽ നിറച്ച പ്രതി തമിഴ്നാട് ശങ്കരിയിലെ സിമന്റ് ഫാക്ടറിയിലേക്ക് നാഷണൽ പെർമിറ്റ് ലോറിയുമായി പുറപ്പെട്ടത്. പാലക്കാട് ഭാഗത്ത് വഴിയിൽ മറ്റൊരാളുടെ സഹായത്തോടെയാണ് ഡീസൽ ഊറ്റി മോഷ്ടിച്ചത്. ചേർപ്പ് SI PR തോമസ്, CPO MU ഫൈസൽ എന്നിവരടങ്ങിയ പോലീസ് തിരുവനന്തപുരത്ത് നിന്നാണ് പ്രതിയെ പിടികൂടിയത്. മോഷണത്തിന് സഹായിച്ച പ്രതി ഒളിവിലാണ്. വെൽഡിംഗ് ജോലിക്കിടെ വർക്ക്ഷോപ്പ് തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. UP സ്വദേശി മുഹമ്മദ് നദീം ആണ് മരിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് 6 മണിയോടെ വല്ലച്ചിറയിലെ വർക്ക്ഷോപ്പിൽ വെൽഡിംഗ് ജോലിക്കിടയിലാണ് ഷോക്കേറ്റത്. ചേർപ്പിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മരിച്ചു.
ചേർപ്പ് പോലീസ് മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനിയൊരു ഇടവേള. വാർത്തകൾ തുടരുന്നു. ജില്ലാ മലയാള കാവ്യസാഹിതി സാംസ്കാരിക കൂട്ടായ്മ പ്രകൃതി പഠനയാത്ര നടത്തി. ലക്കിടി കിള്ളിക്കുരിശിമംഗലത്തെ കുഞ്ചൻ നമ്പ്യാർ സ്മാരകം, കലക്കത്ത് ഭവനം, വരിക്കാശ്ശേരി മന, പൈങ്കുളം വാഴാലിക്കാവ്, ഭാരതപ്പുഴ, തിരുവില്ലാമല വില്വാദ്രിനാഥ ക്ഷേത്രം എന്നിവിടങ്ങളിൽ സന്ദർശിച്ചു. സാഹിതി ജില്ലാ ഭാരവാഹികളായ ഇ സുമതിക്കുട്ടി, മീന അരവിന്ദ്, ബേബി പേനകം, മാലിനി ജയരാജ്, ശ്രീദേവി ഹരിദാസ്, മാധവിക്കുട്ടി, ജയലക്ഷ്മി, ചന്ദ്രമോഹൻ കുമ്പളങ്ങാട്, പ്രമോദ് ചേർപ്പ്, മണികണ്ഠൻ വടക്കാഞ്ചേരി എന്നിവർ പങ്കെടുത്തു. എറവ് ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലും സമീപത്തുള്ള സർക്കാർ വെറ്റിനറി ആശുപത്രിയിലും മോഷണം. ക്ഷേത്രത്തിലെ വഴിപാട് കൗണ്ടർ കുത്തിപ്പൊളിച്ച് 4 ലക്ഷം രൂപ കവർന്നു. മോഷ്ടാവിന്റെ CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് അന്തിക്കാട് പോലീസ് അന്വേഷണം ആരംഭിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ക്ഷേത്രം തുറക്കാനെത്തിയ ജീവനക്കാരൻ നന്ദനാണ് വഴിപാട് കൗണ്ടർ സ്ഥിതി ചെയ്യുന്ന സ്റ്റോർ റൂമിന്റെ മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ചത് ആദ്യം കണ്ടത്. സ്റ്റോർ റൂമിലെ അലമാര കുത്തി തുറന്ന നിലയിലായിരുന്നു. വഴിപാട് കൗണ്ടറിന്റെ മുറിയുടെ പൂട്ടും തകർത്തിരുന്നു. പണം സൂക്ഷിക്കുന്ന മേശവലിപ്പ് കുത്തി തുറന്ന് അതിൽ സൂക്ഷിച്ചിരുന്ന 4 ലക്ഷം രൂപയോളം നഷ്ടപ്പെട്ടതായി ക്ഷേത്രം ഭാരവാഹികൾ പറഞ്ഞു. ഇതിനു സമീപം ചുമരിൽ തൂക്കിയിട്ടിരുന്ന കവറിലുണ്ടായിരുന്ന 13,000 രൂപ മോഷ്ടാവിന്റെ ശ്രദ്ധയിൽപ്പെട്ടില്ല. ക്ഷേത്രകുളത്തിനോട് ചേർന്നുള്ള ദേവീക്ഷേത്രത്തിനു മുൻപിലെ ഭണ്ഡാരത്തിന്റെ പൂട്ടും പൊളിച്ചിട്ടുണ്ട്. ക്ഷേത്രം പ്രസിഡന്റ് മോഹനൻ പൂവശ്ശേരി, സെക്രട്ടറി മധുസൂദനൻ കണ്ടേങ്കാവിൽ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. ക്ഷേത്രത്തിൽ നിന്നിറങ്ങിയ ശേഷമാകാം മോഷ്ടാവ് തൊട്ടടുത്തുള്ള സർക്കാർ മൃഗാശുപത്രിയിൽ കയറിയതെന്ന് കരുതുന്നു. മുൻവാതിലിന്റെ പൂട്ട് പൊളിച്ച് അകത്തു കടന്ന മോഷ്ടാവ് ഒരു അലമാര കുത്തി തുറന്നു. അതിലുണ്ടായിരുന്ന താക്കോലുകളെടുത്ത് മറ്റു 4 അലമാരകൾ തുറന്ന് പരിശോധിച്ചിട്ടുണ്ട്. മേശപ്പുറത്ത് ചെപ്പിൽ സൂക്ഷിച്ചിരുന്ന 1000 രൂപയാണ് ഇവിടെ നിന്ന് നഷ്ടപ്പെട്ടിട്ടുള്ളത്. വെറ്ററിനറി ആശുപത്രിയിലെ ഡോക്ടർ രാധിക ശ്യാം, അരിമ്പൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സ്മിത ജയകുമാർ എന്നിവർ അന്തിക്കാട് പോലീസിൽ പരാതി നൽകി. വാർഡ് മെമ്പർമാരായ സുനിത ബാബു, CP പോൾ, K രാഗേഷ്, ജെൻസൺ ജെയിംസ് തുടങ്ങിയവരും സംഭവസ്ഥലത്തെത്തിയിരുന്നു. മിത്രാനന്തപുരം ശ്രീ വാമനമൂർത്തി ക്ഷേത്രത്തിലെ ഈ മാസത്തെ ദ്വാദശി ഊട്ട് 13-ന് ആഘോഷിക്കും. രാവിലെ മുതൽ വിശേഷാൽ പൂജകൾ, മഹാഗണപതി ഹോമം, കാൽ കഴുകിച്ചൂട്ട്, ലക്ഷ്മി നാരായണ പൂജ, ഭൂമി പൂജ, 11-ന് പ്രസാദ ഊട്ട്, വൈകിട്ട് നിറമാല, ചുറ്റുവിളക്ക് എന്നിവ ഉണ്ടായിരിക്കും. ചേർപ്പ് തായംകുളങ്ങര ശ്രീ സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലെ സ്കന്ദഷഷ്ഠി നവംബർ 7-ന് ആഘോഷിക്കും. രാവിലെ 10-ന് അഭിഷേകം, അന്നദാനം, വൈകിട്ട് നിറമാല എന്നിവ ഉണ്ടാകും. വെങ്ങിനിശ്ശേരി ഐക്കുന്ന് പാണ്ഡവഗിരി ദേവിയുടെ തിരുവോണം ആറാട്ട് വെള്ളിയാഴ്ച. വർഷത്തിൽ ആദ്യമായി പുറത്തേക്ക് എഴുന്നള്ളുന്ന ദേവി ഭക്തജനങ്ങളുടെ വരവേൽപ്പ് സ്വീകരിച്ച് ശങ്കരമംഗലം തീർത്ഥക്കുളത്തിലെത്തി ആറാടി തിരിച്ചെഴുന്നള്ളും. ചെറിയ പാണിക്ക് ശേഷം മേളത്തോടെ പുറപ്പെട്ട് ആൽത്തറ ജംഗ്ഷനിൽ നിന്നും നാഗസ്വരത്തിന്റെ അകമ്പടിയോടെ വെങ്ങിനിശ്ശേരി സെന്റർ വഴി ശങ്കരമംഗലം തീർത്ഥക്കുളത്തിലേക്ക് എഴുന്നള്ളും. 8:30-ന് നടക്കുന്ന ആറാട്ടിന് ക്ഷേത്രം തന്ത്രിവര്യൻ വടക്കേടത്ത് പെരുമ്പടപ്പിൽ ഹരിനമ്പൂതിരി മുഖ്യ കാർമ്മികത്വം വഹിക്കും. ആറാട്ട് കഴിഞ്ഞ് തിരിച്ചെഴുന്നള്ളുന്ന ദേവിയെ പഴുക്കാമണ്ഡപത്തിൽ എഴുന്നള്ളിച്ചിരുത്തി ഗണപയിടിക്കലിനും ബ്രാഹ്മണിപ്പാട്ടിനും ശേഷമാണ് ശ്രീകോവിലേക്ക് എഴുന്നള്ളിക്കുക. വല്ലച്ചിറ കീഴേ മുല്ലനേഴി മന മുരളിയുടെ മകൻ ശ്രീജിത്ത് നിര്യാതനായി. 29 വയസ്സായിരുന്നു. സംസ്കാരം നടത്തി. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,355 രൂപ, പവന് 58,840 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കരുവന്നൂർ ചെറിയ പാലം റോഡിൽ ഡിവൈഡറുകൾ സ്ഥാപിച്ചു. വാഹനങ്ങളുടെ അമിത വേഗത നിയന്ത്രിക്കണമെന്നാവശ്യപ്പെട്ട് ജനകീയ കൂട്ടായ്മ പ്രതിഷേധങ്ങൾ സംഘടിപ്പിച്ചതോടെയാണ് നടപടി.
ആന എഴുന്നള്ളിപ്പിന് കർശന നിയന്ത്രണങ്ങൾക്ക് ശുപാർശ. അമിക്കസ് ക്യൂറി ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ശുപാർശകളുള്ളത്. ജോലി ചെയ്യുന്ന സ്ഥാപനത്തിലെ ലോറിയിൽ നിന്ന് 30,000 രൂപയുടെ ഡീസൽ ഊറ്റി മോഷ്ടിച്ച് ലോറി ഉപേക്ഷിച്ച ഡ്രൈവർ അറസ്റ്റിൽ. ചേർപ്പ് പോലീസിന്റെ പിടിയിലായത് തിരുവനന്തപുരം വാമനപുരം പാറപ്പുറത്ത് പുത്തൻ വീട്ടിൽ ശ്രീശാന്ത്. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.